ഹായ് നമസ്കാരം. ഞാൻ നിങ്ങളുടെ സ്വന്തം സുധീഷ്. ഞാൻ ഇപ്പോൾ നിൽക്കുന്നത് നമ്മുടെ പാലക്കാട് ഉള്ള മഹീന്ദ്ര ഇറ മോട്ടോർ ഷോറൂമിലാണ്. അപ്പോൾ ഈ ഒരു വാഹനത്തിൻ്റെ പ്രത്യേകത നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്ന വീഡിയോ മഹീന്ദ്ര താർ റോക്സിൻ്റെ AX5 ലക്ഷറി വേരിയൻ്റ് ആണ് ഈ കാണുന്നത്. ഫീച്ചേഴ്സാണ് ഞാൻ ഇന്ന് പറഞ്ഞു തരാൻ പോകുന്നത്. നമ്മുടെ മഹീന്ദ്ര താർ റോക്സ് AX5 ലക്ഷറി വേരിയന്റ്. ഗൈസ്, ഇത് നമ്മുടെ മഹീന്ദ്ര താർ റോക്സിന്റെ ഈ കാണുന്ന മഹീന്ദ്ര താർ റോക്സിന്റെ റിമോട്ടാണ്. റിമോട്ടിൽ ഇവിടെ ലോക്ക് ബട്ടൺ ഉണ്ട്, അതുപോലെ തന്നെ താഴെയായിട്ട് അൺലോക്ക് ബട്ടൺ ഉണ്ട്. ഇത് നമ്മുടെ സെർച്ച് ബട്ടൺ ആണ്. ഇത് നമ്മൾ ലോങ് പ്രസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എവിടെയാണ് വണ്ടി നിൽക്കുന്നത് എന്ന് നമുക്ക് അറിയാൻ പറ്റും. അത് ഈ ഒരു ലോങ് ബട്ടൺ പ്രസ് ചെയ്യുമ്പോഴാണ് നമുക്ക് നമ്മളെ ഫോർ ഇൻഡിക്കേറ്റർ വർക്കാവും. ഈ അൺലോക്ക് ബട്ടൺ അമർത്തുന്ന സമയത്ത് നമുക്ക് ഈ ഒരു DRൽ നമുക്ക് വർക്കാവുന്നതാണ്. നമുക്ക് ലോങ് തന്നെ നമ്മുടെ വെഹിക്കിൾ എവിടെയുണ്ട് എന്നുള്ളത് നമുക്ക് സെർച്ച് ചെയ്യാൻ പറ്റുന്നതാണ്. അതുപോലെ തന്നെ നമുക്ക് മഹീന്ദ്ര താർ റോക്സ് AX5 ലക്ഷറി വേരിയന്റിന്റെ മുൻവശമാണ് നമ്മൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. മഹീന്ദ്ര 6 സ്പോക്ക് ഗ്രില്ല് കൊടുത്തിട്ടുണ്ട് ഈ വാഹനത്തിൽ. പിന്നെ നമുക്ക് ഇവിടെ ആയിട്ട് ഇപ്പോൾ പുതിയ ഒരു ഫോഗ് ലാമ്പ് നമുക്ക് ചേഞ്ച് ആയിട്ടുണ്ട്. പഴയ മോഡലിനേക്കാളും കുറച്ചും കൂടെ പ്രൊജക്ടർ ഫോഗ് ലാമ്പാണ് ഈ വാഹനത്തിൽ ഇപ്പോൾ കൊടുത്തിരിക്കുന്നത്. പിന്നെ ഇവിടെ ആയിട്ട് നമുക്ക് പാർക്കിംഗ് സെൻസർ കൊടുത്തിട്ടുണ്ട്. ഫ്രണ്ട് പാർക്കിംഗ് സെൻസർ നമ്മൾ ഈ വാഹനത്തിൽ കൊടുത്തിട്ടുണ്ട്. അതുപോലെ നമുക്ക് DRൽ വരുന്നുണ്ട്. അത് DRൽ നമുക്ക് ഒരു C ടൈപ്പ് DRലാണ് ഈ വാഹനത്തിൽ കൊടുത്തിരിക്കുന്നത്. ഇത് പ്രൊജക്ടർ ഹെഡ് ലാമ്പാണ്. ഫുൾ വൈറ്റ് കളറിലാണ് ഈ ലൈറ്റ് നമുക്ക് കൊടുത്തിരിക്കുന്നത്. നമുക്ക് മഹീന്ദ്ര താർ റോക്സ് AX5 ലക്ഷറി വേരിയന്റിന്റെ എൻജിൻ പവർ എത്രയാണെന്നുള്ളത് നമുക്ക് പരിചയപ്പെടാം. അത് നമുക്ക് എൻജിൻ റൂം എങ്ങനെയാണ് തുറക്കുന്നത് എന്ന് ഞാൻ ആദ്യം പരിചയപ്പെടുത്തി തരാം. നമ്മൾ ഈ വാഹനത്തിന്റെ ഈ ഒരു ഹുക്ക് കണ്ടോ, ഈ ഹുക്ക് നമ്മൾ ഓപ്പൺ ചെയ്യണം. ഈ ഒരു സൈഡിൽ ലോക്ക് ഉണ്ട്, ഇത് ഓപ്പൺ ചെയ്യണം. അതേപോലെ തന്നെ നമ്മൾ ഈ ഒരു സൈഡിലും ലോക്ക് ഉണ്ട്. ഓക്കെ, ഇത് ഓപ്പൺ ചെയ്യുക ഫസ്റ്റ്. അതിനുശേഷം നമ്മുടെ വണ്ടിയുടെ അകത്ത് ഒരു ലോക്ക് വരുന്നുണ്ട്. അത് നമുക്ക് അൺലോക്ക് ചെയ്താൽ മാത്രമാണ് നമുക്ക് ഈ ബോണറ്റ് തുറക്കാൻ പറ്റുള്ളൂ. മറ്റുള്ള വാഹനങ്ങൾ പോലെ ഇപ്പോൾ റാംഗ്ലറിലൊക്കെ ഫ്രണ്ടിൽ രണ്ട് ഹുക്ക് ഓപ്പൺ ചെയ്താൽ ഇത് ബോണറ്റ് തുറക്കാൻ പറ്റും. പക്ഷെ നമ്മുടെ ഉള്ളിലൊരു ലോക്ക് ഉണ്ട്. അതെങ്ങനെയാണ് തുറക്കുന്നത് എന്നുള്ളത് ഞാൻ കാണിച്ചു തരാം. നമുക്കൊരു ഈ ഒരു സ്പീക്കറിൻ്റെ ഒരു പോർഷൻ വരുന്നുണ്ട്. സ്പീക്കറിൻ്റെ അതിൻ്റെ താഴെ ബ്രേക്കിൻ്റെ ഇതിലായിട്ട് ഇവിടെ ആയിട്ടാണ് നമുക്ക് ലോക്ക് ഇതാണ്ട് ഒരു എന്താ പറയുക, ഇവിടെ ഒരു സിഗ്നൽ കൊടുത്തിട്ടുണ്ട്, ഒരു എംബ്ലം കൊടുത്തിട്ടുണ്ട് ലോക്കിൻ്റെ. ഇവിടെ ആയിട്ടാണ് അത് വരുന്നത്. ഇതാ കാണിച്ചു തരാം. ഞാൻ കൈ തൊട്ടിട്ടുണ്ട്. ഇത് മുകളിലേക്ക് വലിച്ചാൽ മാത്രമാണ് നമുക്ക് ബോണറ്റ് ഓപ്പൺ ചെയ്യാൻ പറ്റുന്നുള്ളൂ. ഓക്കെ, ഇപ്പോൾ ബോണറ്റ് ഓപ്പൺ ആയിട്ടുണ്ട്. ബോണറ്റ് ഓപ്പൺ ആയി എന്നുള്ളത് നമുക്ക് ഒരു 4 ഇൻഡിക്കേറ്റർ ഹസാർഡ് വർക്കാവുന്നതാണ്. തുറന്ന് കാണിച്ചു തരാം. നല്ല വെയിറ്റുള്ള ബോണറ്റാണ്. എനിക്ക് തുറക്കുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടുണ്ട്, കാരണം അത്രയും വെയിറ്റാണ്. നമുക്ക് 5 സ്റ്റാർ റേറ്റിംഗ് ഉള്ളൊരു വെഹിക്കിളാണ് ഈ ഒരു വാഹനം. ഇത്രയും വലിയൊരു എഞ്ചിനാണ് ഈ താർ റോക്സിനകത്തിരിക്കുന്നത്. ഹെവി ആയിട്ടുള്ളൊരു എഞ്ചിനാണ്, ബിഗ് എഞ്ചിൻ തന്നെ പറയാം. ഇതാണ് നമ്മുടെ മഹീന്ദ്ര താർ റോക്സിൻ്റെ എൻജിൻ റൂം വരുന്നത്. നമുക്ക് ബാറ്ററി വരുന്നത് ഈ ഒരു ഭാഗത്തായിട്ടാണ്. ഇത് ആമറോണിൻ്റെ ബാറ്ററിയാണ്. ഇപ്പോൾ നമുക്ക് ഓരോ സ്റ്റോക്ക് വരുന്ന വാഹനങ്ങളിലും ഡിഫറെൻ്റ് ആയിട്ടുള്ള ബാറ്ററിയാണ് വരിക. ഇപ്പോൾ ഈ വാഹനത്തിൽ ആമറോൺ ബാറ്ററിയാണ് വന്നിരിക്കുന്നത്. നമുക്ക് ഈ ഭാഗത്തായിട്ട് എൻജിൻ കൂളൻ്റ് കൊടുത്തിട്ടുണ്ട്. എൻജിൻ കൂളൻ്റ് നമ്മൾ കമ്പനിയിൽ നിന്ന് മഹീന്ദ്രയുടെ ഓതറൈസ്ഡ് സർവീസ് സെൻറ്ററിൽ നിന്ന് മാത്രം വാങ്ങിച്ച് ഉപയോഗിക്കുക. നമുക്ക് താർ റോക്സിൻ്റെ ടർബോ യൂണിറ്റ് ഈ ഒരു ഭാഗത്താണ് വരുന്നത്. ഇതാണ് നമ്മുടെ ടർബോ വരുന്നത്. താർ റോക്സ് നമുക്ക് ഓട്ടോമാറ്റിക് വേരിയൻ്റ് ആണ്. ഇത് 4x4. നമുക്ക് ഈ വാഹനത്തിൽ 2200 cc 4 സിലിണ്ടർ എഞ്ചിനാണ് ഈ വാഹനത്തിൽ ഉപയോഗിച്ചിരിക്കുന്നത്. ഇത് 6 സ്പീഡ് ടോർക്ക് കൺവെർട്ടർ ആണ് ഈ വാഹനത്തിൽ വരുന്നത്. നമുക്ക് ഗിയർ ചേഞ്ചിങ് ചെയ്യുന്ന സമയത്ത് ലാഗോ കാര്യങ്ങളോ ഈ ഒരു ഓട്ടോമാറ്റിക് ഗിയർ ബോക്സിന് വരുന്നതല്ല. AT ആണ് വരുന്നത്. അതുപോലെ തന്നെ 172 bhp ആണ് ഈ ഒരു എഞ്ചിൻ്റെ പവർ വരുന്നത്. നമുക്ക് ടോർക്ക് വരുന്നത് 370 Nm ടോർക്കാണ്. നമുക്ക് ടോർക്ക് കൂടുതൽ ഉള്ളത് കൊണ്ട് ഈ വാഹനത്തിന് കുത്തനെയുള്ള കയറ്റങ്ങൾ, അതേപോലെ നല്ല കുത്തനെയുള്ള മലകളെല്ലാം കയറി പോകാൻ സിമ്പിളായിട്ട് സാധിക്കുന്നതാണ്. നമുക്ക് മഹീന്ദ്ര താർ റോക്സിനെ കുറിച്ച് നിങ്ങൾക്ക് കൂടുതൽ പറയേണ്ട ആവശ്യമില്ല. ഇപ്പോൾ ഏറ്റവും കൂടുതൽ ബുക്കിംഗ് ഉള്ളൊരു വാഹനമാണ്. അതുപോലെ തന്നെ നമുക്കിപ്പോൾ റോട്ടിൽ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് എന്താ പറയുക, അത്രയും വാഹനങ്ങളാണ് നമ്മുടെ റോട്ടിൽ പോയിക്കൊണ്ടിരിക്കുന്നത്.
അപ്പോൾ ഇതാണ് നമ്മുടെ എഞ്ചിൻ്റെ ഒരു സ്പെക്ക് വരുന്നത്. ഇത് BS 6.2 എഞ്ചിനാണ് ഈ വാഹനത്തിൽ വരുന്നത്. നമുക്ക് സൈഡ് വ്യൂ നോക്കുന്ന സമയത്ത് 18 ഇഞ്ചിൻ്റെ ഡയമണ്ട് കട്ട് അലോയ്സ് ആണ് കൊടുത്തിരിക്കുന്നത്. ഫ്രണ്ടിൽ ഡിസ്ക് ബ്രേക്ക് വരുന്നുണ്ട്, റിയറിലേക്ക് വരുന്ന സമയത്തും ഡിസ്ക് ബ്രേക്കാണ് ഈ വാഹനത്തിൽ കൊടുത്തിരിക്കുന്നത്. ടയർ സൈസ് വരുന്നത് 18 ഇഞ്ചാണ്. നല്ല വീതി കൂടിയ ഒരു ടയറാണ് ഈ വാഹനത്തിൽ കൊടുത്തിരിക്കുന്നത്. നമുക്ക് കുഴിയൊക്കെ ചാടുന്ന സമയത്ത് ഒരു ചെറിയൊരു കുഴിയൊക്കെ ഉണ്ടെങ്കിലും ഈ വീല് കയറി ഇറങ്ങിപ്പോയാൽ നമുക്ക് അറിയാൻ പറ്റില്ല. നമുക്ക് എന്താ വെച്ചാൽ ഉള്ളിൽ നമുക്ക് അത്രയും കംഫർട്ടായിരിക്കും. 255 65 6 18ൻ്റെ ടയറാണ് ഈ വാഹനത്തിൽ കൊടുത്തിരിക്കുന്നത്. പിന്നെ ഈ സൈഡിലായിട്ട് നമുക്കൊരു വീൽ ആർച്ച് കൊടുത്തിട്ടുണ്ട്. വീൽ ആർച്ചിൽ നമുക്ക് ഒരു ഇൻഡിക്കേറ്റർ കൊടുത്തിട്ടുണ്ട്. സൈഡിലേക്ക് തിരിയുന്ന സമയത്ത് ഒരു ഇൻഡിക്കേറ്റർ നമ്മൾ ഈ വാഹനത്തിൽ കൊടുത്തിട്ടുണ്ട്. കാർറോക്സിൻ്റെ ഒരു ബോണറ്റിൻ്റെ ഒരു നീളം കണ്ടോ? ഈ ഒരു ഭാഗത്തുനിന്ന് ഇതുവരെ നമുക്ക് ലോങ് ആയിട്ടുള്ളൊരു ബോണറ്റ് കിട്ടുന്നതാണ്. ലോങ് ബോണറ്റ് കൊണ്ട് നമുക്ക് എന്താ വെച്ചാൽ എന്തെങ്കിലും ക്രാഷ് ആവുകയാണെന്നുണ്ടെങ്കിൽ ഉള്ളിലിരിക്കുന്ന പാസഞ്ചർ കംപ്ലീറ്റും സേഫ് ആയിരിക്കും. 5 സ്റ്റാർ റേറ്റിംഗ് ഉള്ളൊരു വാഹനമാണ് മഹീന്ദ്ര താർ റോക്സ്. അതുപോലെ നമുക്ക് 6 എയർ ബാഗ് സ്റ്റാൻഡേർഡ് ആയിട്ട് നമ്മൾ ഈ വാഹനത്തിൽ കൊടുക്കുന്നുണ്ട്. ഓൾ വേരിയൻറ്റ് ഇപ്പോൾ ബേസ് മോഡൽ MX തൊട്ടിട്ട് AX7 ലക്ഷറി വരെ നമുക്ക് 6 എയർ ബാഗാണ് മഹീന്ദ്ര കൊടുക്കുന്നത്. പിന്നെ നമുക്ക് ഇവിടെ ആയിട്ട് നല്ല അടിപൊളി താർ റോക്സ് എന്നുള്ളൊരു ബാഡ്ജിങ് പഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. ലോങ് എന്നൊക്കെ കാണുമ്പോൾ അല്ലേ നല്ല ലുക്കാണ്. നമുക്ക് വണ്ടിയിൽ കാണുമ്പോൾ അടിപൊളിയായിട്ടാണ് നമുക്കത് ഫീൽ ആവുന്നത്. പിന്നെ നമുക്ക് ഇവിടെ നമ്മുടെ മിററിൽ ORVMൽ താർ എന്നുള്ളൊരു പഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. പഞ്ച് ഹോള് കണ്ടോ? താറെന്ന് പഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതും കാണാൻ സൂപ്പറായിട്ടുണ്ട് ഗൈസ്. അതുപോലെ നമ്മുടെ സൈഡ് വ്യൂ നോക്കുന്ന സമയത്ത് നമുക്ക് ഇവിടെ ആയിട്ട് സൈഡ് ഫുഡ് സ്റ്റെപ്പ്, ലോങ് ആയിട്ടുള്ള ഒരു ഫുഡ് സ്റ്റെപ്പാണ് കൊടുത്തിരിക്കുന്നത്. ഇത് നമുക്കൊരു ബേസിക് ഫീച്ചേഴ്സ് ആണ് കേട്ടോ. എല്ലാ വേരിയൻറ്റിലും നമ്മളൊരു സൈഡ് ഫുഡ് സ്റ്റെപ്പ് ഈ വാഹനത്തിൽ കൊടുക്കുന്നുണ്ട് മഹീന്ദ്ര താർ റോക്സിൽ. അതുപോലെ തന്നെ നമ്മൾ ഡിസ്ക് ബ്രേക്കിൻ്റെ കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇതിലും നമുക്ക് ഡിസ്ക് ബ്രേക്ക് റിയർ വീലിലും വരുന്നുണ്ട്. ഇവിടെ ആയിട്ട് നമുക്ക് 4x4 എന്നുള്ളൊരു ബാഡ്ജിങ് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് ഇവിടെ ഇതുണ്ടോ, ഈ ഒരു ഭാഗത്തായിട്ട് ഒരു ഒട്ടകത്തിൻ്റെ ചിത്രം കൊടുത്തിട്ടുണ്ട്. മരുഭൂമിയാണ്, മരുഭൂമിയിൽ ഒട്ടകം പോകുന്നതായിട്ടാണ് കാണിച്ചിരിക്കുന്നത്. അതിലേക്ക് മുകളിലേക്ക് പോകുന്ന സമയത്ത് കുത്തനെയുള്ള കയറ്റമാണ് കണ്ടോ. ഇങ്ങനെ കയറ്റം പോയിട്ട് ഇവിടെ നമ്മുടെ മഹീന്ദ്ര താറ് കയറി പോകുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും കണ്ടോ. അപ്പോൾ ഈ ഒരു വാഹനത്തിൻ്റെ പ്രത്യേകത നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. പിന്നെ നമുക്ക് റിയർ ടെയിൽ ലാമ്പിലേക്ക് വരുന്ന സമയത്ത് LED ടെയിൽ ലാമ്പാണ് ഈ വാഹനത്തിൽ കൊടുത്തിരിക്കുന്നത്. പിന്നെ ഇതിനുള്ളിൽ വരുന്ന ബൾബ് അതെല്ലാം നമുക്ക് ഹാലജനാണ്. ഈ ഒരു പോർഷൻ മാത്രമേ LED വരുന്നുള്ളൂ. താഴെയായിട്ട് നമുക്ക് റിഫ്ലക്ടർ കൊടുത്തിട്ടുണ്ട് ഈ വാഹനത്തിൽ. അത് നമുക്ക് വർക്കിംഗ് അല്ല, റിഫ്ലക്ടർ മാത്രമാണ്. പിന്നെ നമ്മുടെ ഈ ഒരു സ്പെയർ വീല് 2 സൈഡിലുള്ള ക്ലിപ്പ് എടുത്തിട്ട് വേണം നമ്മുടെ സ്പെയർ വീല് അയച്ചെടുക്കാനായിട്ട്. ഞാൻ അതിന് മുന്നേ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. ആ വീഡിയോയിൽ ഈ വീൽ എങ്ങനെയാണ് അയച്ചെടുക്കുക എന്നുള്ളത് കൊടുത്തിട്ടുണ്ട്. 18 ഇഞ്ചിൻ്റെ സ്റ്റീൽ വീൽ തന്നെയാണ് ഈ വാഹനത്തിലും കൊടുത്തിരിക്കുന്നത്, സ്പെയർ വീലിലും കൊടുത്തിരിക്കുന്നത്. ഇവിടെ ആയിട്ടാണ് ക്യാമറ വരുന്നത്. ഈ ഒരു ഭാഗത്തായിട്ടാണ് നമ്മൾ ക്യാമറ കൊടുത്തിരിക്കുന്നത്. പിന്നെ താഴെയായിട്ട് നമുക്ക് 2 സെൻസർ കൊടുത്തിട്ടുണ്ട്. റിയർ സെൻസർ 2 സൈഡിലായിട്ട് കൊടുത്തിട്ടുണ്ട്. നമുക്ക് വൈഡ് ആംഗിൾ ആയിട്ട് തന്നെ ഈ സെൻസർ നമുക്ക് കവർ ആവുന്നതാണ്. നമ്മൾ ഈ ഒരു സൈഡിൽ നിന്നാലും നമുക്ക് പെട്ടെന്ന് ബീപ്പ് സൗണ്ട് കിട്ടുന്നതാണ്. ഡിഫോഗർ ഈ വാഹനത്തിൽ കൊടുത്തിട്ടുണ്ട്. ഇവിടെ ആയിട്ട് നമുക്ക് വൈപ്പർ കൊടുത്തിട്ടുണ്ട്. ഏറ്റവും ടോപ്പിലായിട്ട് നമുക്ക് സ്റ്റോപ്പ് ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. മഹീന്ദ്ര താർ റോക്സിൻ്റെ റൂഫ് ടോപ്പ് വരുന്നത് മെറ്റൽ ടൈപ്പാണ്, ഫൈബർ അല്ല. ഇത് ഫുള്ള് ഇതേപോലെ തന്നെ മെറ്റലാണ് ഈ റൂഫ് വരുന്നത്. ഓക്കെ, അത് നമുക്ക് സ്ട്രോങ് ആയിട്ടുള്ളൊരു മെറ്റൽ ബോഡിയാണ് ഈ വാഹനത്തിൽ കൊടുത്തിരിക്കുന്നത്. ഹലോ ഗൈസ്, പിന്നെ നമുക്ക് ഇവിടെ ആയിട്ട് ഒരു ആൻറ്റിന കൊടുത്തിട്ടുണ്ട്. FM ആൻറ്റിന ഈ ഭാഗത്ത് കൊടുത്തിട്ടുണ്ട്. അത് നമുക്ക് ഇൻഫോർടൈം സിസ്റ്റം വർക്ക് ചെയ്യുന്ന സമയത്ത് റേഡിയോ ചാനൽ കിട്ടാൻ വേണ്ടിയാണ് ഈ ഒരു ആൻറ്റിന കൊടുത്തിരിക്കുന്നത്. ഗൈസ്, നമ്മുടെ വാഹനം ലോങ് എന്ന് നോക്കുന്ന സമയത്ത് അടിപൊളി ലുക്കാണ് നമുക്ക് തരുന്നത് 5 ഡോർ താറ്. ഇപ്പോൾ നമുക്ക് ബുക്കിംഗ് എത്രയും പറയാൻ പറ്റില്ല, അത്രയും ബുക്കിംഗ് വന്നുകൊണ്ടിരിക്കുകയാണ് ഈ ഒരു വാഹനത്തിന്. നമുക്ക് ഇപ്പോഴത്തെ വെയിറ്റിംഗ് പീരീഡ് ഈ വാഹനത്തിന് വരുന്നത് 24 വീക്സ് ആണ്. മഹീന്ദ്രൻ്റെ സൈഡിൽ നിന്നുള്ള ഒരു വെയിറ്റിംഗ് പീരീഡ് നമ്മൾ ഈ വാഹനത്തിന് വരുന്നത്. നമുക്ക് ബുക്കിംഗ് ക്യാൻസലേഷൻ അങ്ങനെ ഓവർ സ്റ്റോക്ക് കാര്യങ്ങളൊക്കെ വരികയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് നമുക്ക് വെഹിക്കിൾ അറേഞ്ച് ചെയ്ത് തരാൻ പറ്റുന്നതാണ്. മഹീന്ദ്ര താർ റോക്സിൻ്റെ സസ്പെൻഷൻ വരുന്നത് നമുക്ക് ഫ്രണ്ടിൽ സസ്പെൻഷൻ വിത്ത് ഡബിൾ വിഷ്ബോൺ ഫ്രണ്ട് സസ്പെൻഷനും
അതേപോലെ ബാക്കിലേക്ക് വരുന്നത് റിയറിലേക്ക് വരുന്ന സമയത്ത് മൾട്ടി ലിങ്ക് റിയർ സസ്പെൻഷനുമാണ് ഈ വാഹനത്തിൽ ഉപയോഗിച്ചിരിക്കുന്നത്. ഈ വാഹനത്തിന് അതുകൊണ്ട് നമുക്ക് യാത്ര കംഫർട്ട് കൂടുതലായിട്ട് കിട്ടുന്നതാണ്. നമുക്ക് ഈ താർ റോക്സിൻ്റെ സസ്പെൻഷനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ നമുക്കിപ്പോൾ താർ 3 ഡോറിനേക്കാളും കുറച്ചും കൂടെ കംഫർട്ടായിട്ടുള്ള ഒരു സസ്പെൻഷനാണ് ഈ വാഹനത്തിൽ ഉപയോഗിച്ചിരിക്കുന്നത്. ഫ്രീക്വൻസി ഡിപ്പെൻഡ് ഡാമ്പിംഗ് എന്നാണ് സസ്പെൻഷൻ്റെ ഇത് വരുന്നത്. നമുക്ക് അതുകൊണ്ടുള്ള ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് മാക്സിമം നോയ്സ് കാര്യങ്ങളൊക്കെ കുറവായിരിക്കും. അതേപോലെ വൈബ്രേഷൻസ് കാര്യങ്ങൾ നമുക്ക് യാത്ര ചെയ്യുന്ന സമയത്ത് സസ്പെൻഷൻ വർക്ക് ചെയ്യുന്ന സമയത്ത് ഉണ്ടാവുന്നില്ല. അത് നമുക്കൊരു നല്ലൊരു ഗുണമുള്ള കാര്യം തന്നെയാണ്. നമുക്ക് ഈ ഒരു വാഹനത്തിൻ്റെ റിയർ സസ്പെൻഷനിലേക്ക് പോകുന്ന സമയത്ത് വാട്ട്സ് ലിങ്ക് യൂസ് ചെയ്തിട്ടുണ്ട്. നമുക്ക് വാട്ട്സ് ലിങ്കേജ് എന്ന് പറയുന്നത് നമുക്ക് സസ്പെൻഷൻ്റെ ഇമ്പ്രൂവ് കൂട്ടാനായിട്ടാണ്. ഇമ്പ്രൂവ് കൂട്ടുക എന്ന് പറഞ്ഞാൽ നമുക്ക് സ്റ്റെബിലിറ്റി ആൻഡ് റൈഡ് ക്വാളിറ്റി നമുക്ക് കൂടുതലായിട്ട് കിട്ടും ഈ ഒരു വാഹനത്തിന്. അതുപോലെ തന്നെ നമ്മൾ മഹീന്ദ്ര താർ റോക്സിൽ ഉപയോഗിച്ചിരിക്കുന്ന പ്ലാറ്റ്ഫോം, ഇതിൻ്റെ ഒരു പ്ലാറ്റ്ഫോം വരുന്നത് എം ഗ്ലൈഡ് എന്നുള്ളൊരു പ്ലാറ്റ്ഫോമാണ് ഉപയോഗിച്ചിരിക്കുന്നത്. പ്ലാറ്റ്ഫോമിൻ്റെ ഗുണം എന്ന് പറയുന്നത് റൈഡിങ് ക്വാളിറ്റി, അതുപോലെ തന്നെ നമുക്ക് ഓഫ് റോഡ് ചെയ്യുന്ന സമയത്ത് നല്ല വെഹിക്കിൾ ഹാൻഡിൽ ചെയ്യാനായിട്ട് പറ്റുന്നതാണ്, നന്നായിട്ട് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നതാണ്. ഗൈസ്, നമുക്കിപ്പോൾ നമ്മുടെ മഹീന്ദ്ര താർ റോക്സിൻ്റെ കീലെസ് എൻട്രി, നമ്മുടെ പോക്കറ്റിൽ കീ വെച്ചാൽ മതി. പോക്കറ്റിൽ കീ വെച്ചിട്ട് ജസ്റ്റ് ഇത് ലോങ് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഉള്ളിലേക്ക് കടക്കാൻ പറ്റുന്നതാണ്. ഈ ഒരു ഫീച്ചേഴ്സ് നമുക്ക് ഇപ്പോൾ ഒരു 3 മാസമായിട്ടാണ് ഈ ഒരു വേരിയൻറ്റിൽ കൊണ്ടുവന്നിരിക്കുന്നത്. ഓക്കെ, ഇൻറ്റീരിയർ ഫീച്ചേഴ്സ് ഒന്ന് പരിചയപ്പെടാം. നമുക്ക് ഡോർ സൈഡിലായിട്ട് ഇവിടെ 4 ഡോർ പവർ വിൻഡോൻ്റെ സ്വിച്ചസ് കൊടുത്തിട്ടുണ്ട്. അതേപോലെ ഇലക്ട്രിക് ഓവർ, ഈ മിറർ അഡ്ജസ്റ്റ് ചെയ്യേണ്ട സ്വിച്ചാണ് ഈ ഒരു ഭാഗത്ത് കൊടുത്തിരിക്കുന്നത്. ഇവിടെ നമുക്ക് താർ എന്നുള്ളൊരു ബാഡ്ജിങ് കൊടുത്തിട്ടുണ്ട്. അത് നല്ല കാണാനായിട്ട് നല്ല ഭംഗിയുണ്ട്. സിൽവർ കളറിലുള്ള ലോക്ക് ബട്ടണാണ് ഈ ഒരു ഭാഗത്തായിട്ട് കൊടുത്തിരിക്കുന്നത്. ഈ ഒരു മോക്ക ഇന്റീരിയർ ഫീച്ചേഴ്സ് വരുന്നത്, ഈ ഒരു സീറ്റ് ലെതർ സീറ്റ് വരുന്നത് മോക്കയാണ്. ഇത് നമുക്ക് 4 വീൽ ഡ്രൈവ് വേരിയന്റിൽ മാത്രമാണ് ഈ ഒരു കളർ കിട്ടുന്നുള്ളൂ. 2 വീൽ ഡ്രൈവിൽ ഈ കളർ കിട്ടില്ല. നമുക്ക് ഈ ഒരു ഫംഗ്ഷൻ വരുന്നത്, ഇത് നമ്മുടെ ഫ്യൂവലിൻ്റെ ഓപ്പൺ ചെയ്യാനുള്ളതാണ്. അതേപോലെ ഇവിടെ നമുക്ക് ട്രാക്ഷൻ കൺട്രോള്, ഇത് വന്നിട്ട് ഫുഡ് ലാമ്പാണ്. നമ്മൾ ഇവിടെ പ്രസ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ താഴെ ഒരു ലാമ്പ് വരുന്നുണ്ട്. ഇത് ഫ്രണ്ട് പാർക്കിംഗ് സെൻസർ ഓഫ് ചെയ്യാനും ഓൺ ചെയ്യാനുള്ള സ്വിച്ചാണ്. ഇത് വന്ന് ഹിൽ ഡിസെൻറ്റ് കൺട്രോളാണ്. നമ്മൾ കുത്തനെയുള്ള ഇറക്കമൊക്കെ ഇറങ്ങുന്ന സമയത്ത് ഈ ഒരു ബട്ടൺ ഓൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ബ്രേക്കിംഗ് കുറച്ചിട്ട് എൻജിൻ ബ്രേക്കിങ്ങിലൂടെ നമുക്ക് വെഹിക്കിൾ കൊണ്ടുവരാൻ പറ്റും. അതുകൊണ്ട് നമ്മുടെ ബ്രേക്ക് പേഡ് കാര്യങ്ങളൊക്കെ തേയ്മാനം കുറയ്ക്കാനും ഹീറ്റാവുന്നത് കുറയ്ക്കാനും നമുക്ക് ഈ ഒരു ഹിൽ ഡിസെൻറ്റ് കൺട്രോൾ കൊണ്ട് സാധിക്കുന്നതാണ്. ഇവിടെ ഓട്ടോ ഹെഡ് ലാമ്പ് കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഓട്ടോമാറ്റിക്കായിട്ട് ഓട്ടോ സ്വിച്ചിലിട്ട് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇരുട്ടുള്ള ഭാഗത്ത് പോകുന്ന സമയത്ത് നമ്മുടെ ഹെഡ് ലാമ്പ് ഓട്ടോമാറ്റിക് ആയിട്ട് തന്നെ വർക്ക് ആവുന്നതാണ്. പിന്നെ നോർമൽ ആണെന്നുണ്ടെങ്കിൽ നമ്മളിത് ഓൺ ചെയ്താൽ മതി, അല്ലെങ്കിൽ നമുക്കിത് ഓട്ടോയിലിട്ട് വെക്കാം. ഓക്കെ, ഇതാണ് നമ്മുടെ ഒരു ഫീച്ചേഴ്സ് AX5-ൽ. പിന്നെ വൈപ്പറിൽ വരുന്ന ഫീച്ചേഴ്സ്, വൈപ്പറിലും സെയിം ഓട്ടോ ഫീച്ചേഴ്സ് വരുന്നുണ്ട്. ഓട്ടോ വൈപ്പർ വരുന്നുണ്ട്. ഇത് ഇട്ട് വെച്ച് കഴിഞ്ഞാൽ ചെറിയ മഴത്തുള്ളികളൊക്കെ വീഴുന്ന സമയത്ത് നമ്മുടെ വിൻഷീൽഡിൽ മഴത്തുള്ളികൾ വീണാൽ അപ്പം തന്നെ വൈപ്പർ വർക്കാവുന്നതാണ്. ഓട്ടോയിൽ ഇട്ടാൽ മാത്രമേ അത് വർക്കാവുള്ളൂ. ഇഗ്നിഷൻ ഒന്ന് ഓണാക്കി കാണിച്ചു തരാം. നമുക്ക് ഇവിടെ ആയിട്ടാണ് നമ്മുടെ ബട്ടൺ കൊടുത്തിരിക്കുന്നത്. സ്റ്റാർട്ടിംഗ് ബട്ടൺ ഇവിടെയാണ് കൊടുത്തിരിക്കുന്നത്. ഇത് ഓട്ടോമാറ്റിക് വേരിയൻ്റ് ആണ്. റോക്സിൻ്റെ AX5 ലക്ഷറി വേരിയൻ്റ് ആണ്. നമ്മൾ ഈ ബ്രേക്കിൽ നിന്ന് പ്രസ് ചെയ്തിട്ട് വേണം നമ്മൾ ഇവിടെ ഈ ഒരു ബട്ടൺ പ്രസ് ചെയ്യാനായിട്ട്. ഓക്കെ, നമ്മളെ വെഹിക്കിൾ ഇപ്പോൾ സ്റ്റാർട്ടായിട്ടുണ്ട്. പിന്നെ നമ്മുടെ ഈ സ്റ്റിയറിംഗ് വീലിൽ വരുന്ന ഫീച്ചേഴ്സിനെ കുറിച്ച് നമുക്ക് ആദ്യം പരിചയപ്പെടാം. ഈ ഒരു സ്റ്റിയറിംഗ് വീലിൽ നമുക്ക് ക്രൂസ് കൺട്രോൾ വരുന്നുണ്ട്. ഇത് നമുക്ക് ADAS വരുന്ന ഒരു മോഡലാണ്. അതുപോലെ തന്നെ നമുക്ക് ഇവിടെ ആയിട്ട് ക്രൂസ് ഫസ്റ്റ് നമ്മൾ ഇവിടെ പ്രസ് ചെയ്യുന്ന സമയത്ത് നമുക്കിവിടെ അഡാപ്റ്റീവ് ക്രൂസ് കൺട്രോൾ ഓൺ എന്ന് സ്റ്റാൻഡ് ബൈ എന്ന് കാണിക്കും. ഇത് റണ്ണിങ്ങിലാണ്, അതിനുശേഷം നമുക്ക് അത് സെറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. ഈ ഒരു ബട്ടൺ മുകളിലേക്ക് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സ്പീഡ് ലിമിറ്റ് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നതാണ്. പിന്നെ ഈ ഒരു ബട്ടൺ വരുന്നത് നമ്മുടെ പ്രസ് ചെയ്യുന്ന സമയത്ത് ഈ ഒരു ഇൻസ്ട്രുമെന്റ് ക്ലസ്റ്ററിൽ നമുക്ക് ഇത് ഡിജിറ്റൽ ആണ് വരുന്നത്. ഇതിവിടെ നമ്മൾ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഓരോ സെറ്റിംഗ്സ് മാറുന്നത് കാണാം. കൊടുത്തിരിക്കുന്നത് കണ്ടോ, ഓരോ സെറ്റിംഗ്സ് നമുക്ക് ഇവിടെ ചേഞ്ച് ആവും. അത് ഈ ഒരു ബട്ടൺ എൻ്റർ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു സെറ്റിംഗ്സ് ഓപ്പൺ ആയി വരുന്നതാണ്. അതുപോലെയാണ് കംപ്ലീറ്റ് സ്വിച്ചസിൻ്റെ ഇത് വർക്കിംഗ് വരുന്നത്. ഇത് ക്രൂസ് കൺട്രോൾ നമ്മൾ എന്താ പറയുക, കട്ടായതിനു ശേഷം നമുക്ക് വീണ്ടും പഴയ ലെവലിലേക്ക് കൊണ്ടുവരാനായിട്ട് റിസീവ് ബട്ടൺ പ്രസ് ചെയ്താൽ മതി.
അപ്പോൾ വീണ്ടും പഴയ ലെവലിലേക്ക് ADAS ഓൺ ആയിരിക്കും. ഈ ഒരു സിസ്റ്റം കൺട്രോൾസ് വരുന്നത്, സ്റ്റിയറിംഗിലുള്ള കൺട്രോൾസ് വരുന്നത് ഈ ഒരു ഇൻഫോടൈം സിസ്റ്റത്തിന്റെ കൺട്രോൾ ചെയ്യാനുള്ളതാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഇത് വോയിസ് കമാൻഡ്, SRC എന്ന് പറയുന്നത് റേഡിയോന്റെ സെറ്റിംഗ്സ് ആണ്. ഇവിടെ വോളിയം അപ്പ് ഡൗൺ, ഇത് സീക്ക് എന്നുള്ളത് റേഡിയോന്റെ ചാനൽ ചേഞ്ച് ചെയ്യാനുള്ളതാണ്. ഇവിടെ നമുക്ക് കോൾ എടുക്കാനുള്ള ബട്ടണും കോൾ കട്ട് ചെയ്യാനുള്ള ബട്ടണുമാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഈ വാഹനത്തിൽ സ്റ്റാൻഡേർഡ് ആയിട്ട് തന്നെ 6 എയർ ബാഗ് വാഹനത്തിൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഈ ഒരു ഇൻഫോടൈം സിസ്റ്റം എന്ന് പറയുന്നത് 10.2 ഇഞ്ചിന്റെ ഇൻഫോടൈം സിസ്റ്റമാണ്. ഫുൾ HD ആണെന്ന് വരുന്നത്. ഓക്കെ, റിയർ ക്യാമറ മാത്രമാണ് നമ്മൾ ഈ വാഹനത്തിൽ വരുന്നത്. 360 നമ്മൾ ഈ ഒരു വേരിയന്റിൽ വരുന്നില്ല. സ്ക്രീനായിരിക്കും നമുക്ക് കാണാം. ഇതിലേക്ക് നമുക്ക് സെറ്റിംഗ്സിലേക്ക് ഒരുപാട് ഫീച്ചേഴ്സ്, ആപ്ലിക്കേഷൻ, നാവിഗേഷൻ, അതുപോലെ അഡ്വഞ്ചർ സ്റ്റാറ്റസ്, ആപ്പിൾ കാർപ്ലേ, ആൻഡ്രോയിഡ് ഓട്ടോ, ഇത് ഫോണിന്റെ സെറ്റിംഗ്സ് ആണ്. ഫോൺ സെറ്റിംഗ്സ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ബ്ലൂടൂത്ത് കണക്റ്റിംഗ് ചെയ്യാനുള്ളൊരു ഇതാണ്. നമ്മളിവിടെ സെറ്റിംഗ്സിൽ പോയിട്ട് സെറ്റ് കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ ആഡ് ഡിവൈസ് വന്നാൽ നമ്മൾ അടുത്ത ഏതാണോ ഫോണുള്ളത് നമ്മളിവിടെ സെർച്ച് കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ കാണും. ഇപ്പം അടുത്തുള്ളത് റിയൽമി C6 5G എന്നുള്ള ഫോണാണ് നമുക്കിവിടെ കാണുന്നുണ്ട്. ഓക്കെ, അതിനുശേഷം നമുക്ക് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് കോള് വരുമ്പോഴും നമ്മുടെ ആൻഡ്രോയിഡ് ഓട്ടോ കാര്യങ്ങളൊക്കെ ഇതിലേക്ക് കണക്ട് ആവുന്നതാണ്. ആപ്പിൾ കാർപ്ലേ ഉണ്ടെങ്കിൽ ഇതിൽ കണക്ട് ആവും, അല്ലെങ്കിൽ നോർമൽ ആൻഡ്രോയിഡ് ഫോൺ ആണെന്നുണ്ടെങ്കിൽ ആൻഡ്രോയിഡ് ഓട്ടോ ആണ് കണക്ട് ആവുന്നത്. ഇവിടെ നമുക്ക് പെട്ടെന്ന് ക്വിക്കായിട്ട് എടുക്കാനുള്ള ഫീച്ചേഴ്സാണ് ഈ ഭാഗത്ത്. ഹോം, മ്യൂസിക്, കോള്, അതേപോലെ റേഡിയോ, പിന്നെ സെറ്റിംഗ്സിൽ ഇവിടെ ഡിസ്പ്ലേ സെറ്റിംഗ്സിൽ പോയിട്ട് നമുക്ക് ഡിസ്പ്ലേന്റെ ബ്രൈറ്റ്നസ് കൂട്ടാവുന്നതാണ്. അതേപോലെ ഇവിടെ ഡേറ്റ് ആൻഡ് ടൈം കൊടുത്തിട്ടുണ്ട്, അത് നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റും. ഇത് നമുക്ക് ഓഡിയോ കൺട്രോൾസ് ആണ്, ഓഡിയോന്റെ സിസ്റ്റം കൺട്രോൾ ചെയ്യാനുള്ള സ്വിച്ചാണ് കൊടുത്തിരിക്കുന്നത്. ഇവിടെ ഫോണ്, അതേപോലെ വെഹിക്കിൾ ഇൻഫർമേഷൻ, യൂസർ ഇൻപുട്ട് ആൻഡ് ഫീഡ്ബാക്ക്, പിന്നെ വൈഫൈ കണക്റ്റിംഗ് നമുക്കിതിൽ ചെയ്യാൻ പറ്റുന്നതാണ്. ഇത്രയാണ് നമുക്ക് ഈ ഇൻഫോടൈം സിസ്റ്റത്തിലേക്ക് വരുന്നത്. പിന്നെ നമുക്ക് ഇവിടെ വയർലെസ് ചാർജിങ് നമുക്ക് വരുന്നുണ്ട്. ഈ ഭാഗത്ത് വയർലെസ് ചാർജിങ് വരുന്നുണ്ട്. ഇത് 4 വീൽ ഡ്രൈവ് വാഹനമാണ് കേട്ടോ. 4 വീൽ ഡ്രൈവ് ആണ് ഈ വേരിയന്റ്. 4 വീൽ ഡ്രൈവ് ഓട്ടോമാറ്റിക് ആണ്. ഇവിടെ നമുക്ക് പാർക്ക് കൊടുത്തിട്ടുണ്ട്, റിവേഴ്സ്, ന്യൂട്രൽ, പിന്നെ ഡ്രൈവിൽ തന്നെ നമുക്ക് ഇങ്ങോട്ട് റിവേഴ്സ്, ന്യൂട്രൽ, ഡ്രൈവിൽ തന്നെ നമുക്ക് മാനുവൽ ഓപ്ഷനും വരുന്നുണ്ട്. ഈ ഗിയർ ഇങ്ങോട്ട് ലെഫ്റ്റിലോട്ട് തട്ടി കഴിഞ്ഞാൽ നമുക്ക് മാനുവലായി, പിന്നെ നമുക്ക് ഓരോ ഗിയറും പ്ലസ് അതുപോലെ മൈനസ് അങ്ങനെ ആക്കിയിട്ട് ഓടിക്കാൻ പറ്റുന്നതാണ്. ഇത് 4 വീൽ ഡ്രൈവിന്റെ ഗിയറാണ് കൊടുത്തിരിക്കുന്നത്. 2H, 4H, N, ന്യൂട്രൽ, പിന്നെ അതിന്റെ താഴെ ഏറ്റവും ലോ ആണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ നമുക്ക് ഈ ഒരു ഭാഗത്തായിട്ടുള്ള ഫീച്ചേഴ്സ്, പിന്നെ AC-യുടെ ഓരോ ഇതിലേക്ക് വരുന്ന കൺട്രോൾസ് ചേഞ്ച് ചെയ്യാനുള്ള സ്വിച്ച് മോഡ്സുകളാണ് ഇവിടെ കൊടുത്തത്. നമ്മളിവിടെ ചേഞ്ച് ചെയ്യുമ്പോൾ പ്രസ് ചെയ്യുന്ന സമയത്ത് ഓരോരോ മോഡുകൾ നമ്മൾ ഈ ഡിസ്പ്ലേയിൽ മാറുന്നത് കാണാൻ പറ്റുന്നതാണ്. കണ്ടോ? ഓക്കെ, അതേപോലെ നമുക്ക് AC വെന്റിന്റെ ഇത് കൊടുത്തിരിക്കുന്നത് ഒരു ഗ്ലോസി ബ്ലാക്കിലാണ് കൊടുത്തിരിക്കുന്നത്. AC-യുടെ എല്ലാം ഗ്ലോസി ബ്ലാക്കിലാണ് കൊടുത്തിരിക്കുന്നത്. അത് കാണാനായിട്ട് നല്ല ഭംഗിയുണ്ട്. പിന്നെ ഈ ഒരു ഇന്റീരിയർ വന്നിട്ട് ഡുവൽ തീമിലാണ്. നമ്മുടെ ബ്ലാക്ക്, മുകളിൽ ബ്ലാക്കും ഈ ഭാഗത്തായിട്ട് മോക്ക ഇത് കളറുമാണ് കൊടുത്തിരിക്കുന്നത്. എല്ലാ സൈഡിലും അങ്ങനെ തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ നമുക്ക് ഓട്ടോ ഡിമ്മിങ് IRV ആണ് കൊടുത്തിരിക്കുന്നത്. ഓട്ടോ ഡിമ്മിങ് ആണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ നമുക്ക് ഇവിടെ ആയിട്ട് ഗ്ലാസ് ഒന്നും കൊടുത്തില്ല. സ്പീക്കർ കാര്യങ്ങളൊക്കെ മുകളിൽ വരുന്നുണ്ട്. ട്യൂട്ടറാണ് കൊടുത്തിരിക്കുന്നത്. 2 ട്യൂട്ടർ കൊടുത്തിട്ടുണ്ട്. ഫ്രണ്ടിൽ ഈ സൈഡ് സ്പീക്കർ, ഇവിടെ സ്പീക്കർ. നമുക്ക് വൂഫറും ഈ ഭാഗത്ത് കൊടുത്തിട്ടുണ്ട്. ഡോറിന്റെ സൈഡിലേക്ക് കൊടുത്തിട്ടുണ്ട്. സൺറൂഫ് നമുക്ക് ഈ വാഹനത്തിൽ കൊടുത്തിട്ടുണ്ട്. സൺറൂഫും ഈ വാഹനത്തിൽ വരുന്നുണ്ട്. ഓപ്പൺ ചെയ്ത് കാണിച്ചു തരാം. അപ്പോൾ ഈ ഒരു വാഹനം എടുത്തു കഴിഞ്ഞാൽ നമുക്ക് സൺറൂഫും കിട്ടുന്നതാണ്. പിന്നെ നമുക്ക് ഇതിന്റെ ഹാൻഡ് ബ്രേക്ക് വരുന്നത് ഇതിന്റെ താഴെയുള്ള വേരിയന്റിലേക്ക് പോകുമ്പോൾ, ഇപ്പോൾ MX5 വേരിയന്റിലേക്ക് പോകുന്ന സമയത്ത് ഹാൻഡ് ബ്രേക്ക് നമുക്ക് ലിവർ ടൈപ്പ് ആണ് വരിക. ഇതിലേക്ക് വരുന്ന സമയത്ത് നമുക്ക് പാർക്ക് ഇലക്ട്രിക് ആണ് വരുന്നത്. ഇലക്ട്രിക് പാർക്കാണ് വരുന്നത്. ഇവിടെ ഓട്ടോ ഹോൾഡ് വരുന്നുണ്ട്. ഓക്കെ, ബ്രേക്ക് പ്രസ് ചെയ്തിട്ട് ഇവിടെ അമർത്തി കഴിഞ്ഞാൽ ഇത് അൺലോക്ക് ആവും. മുകളിലേക്ക് ആയിക്കഴിഞ്ഞാൽ ലോക്ക്, ഹാൻഡ് ബ്രേക്ക് വീഴുകയും ചെയ്യുന്നതാണ്. ഇപ്പോൾ ലോക്കിലാണ്. റിയർ സീറ്റ് ഒന്ന് പരിചയപ്പെടാം. നമ്മുടെ ഡോർ പാനലിലായിട്ട് ഇവിടെ താർ എന്നുള്ളൊരു ബാഡ്ജിങ് കൊടുത്തിട്ടുണ്ട്. റിയർ ഡോറിലും സെയിം ആണ് കൊടുത്തിരിക്കുന്നത്. സിൽവർ കളറുള്ള ലോക്കാണ് കൊടുത്തിരിക്കുന്നത്. പവർ വിൻഡോ സ്വിച്ച് കൊടുത്തിട്ടുണ്ട്. ഇവിടെ ആയിട്ട് നമുക്കൊരു 1 ലിറ്ററിന്റെ ബോട്ടിൽ ഹോൾഡർ കൊടുത്തിട്ടുണ്ട്. സൈഡ് ഫുഡ് സ്റ്റെപ്പ് നല്ല സ്ട്രോങ് ആയിട്ടുള്ള ഫുഡ് സ്റ്റെപ്പാണ്. നമുക്ക് കയറി നിന്നാലും ഈ സ്റ്റെപ്പ് ഒരു കംപ്ലൈൻറ്റും വരില്ല. നമുക്ക് പിന്നെ സീറ്റ് അഡ്ജസ്റ്റ് ചെയ്യാനുള്ളൊരു ലിവറാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഇതാണ് മോക്ക
കളർ വരുന്നത്, ഡുവൽ ടോൺ കളറാണ്. പിന്നെ നമുക്ക് ഇവിടെ ആയിട്ട് AC വെന്റ് കൊടുത്തിട്ടുണ്ട്. താഴെയായിട്ട് മൊബൈൽ വെക്കാനുള്ള ഒരു സ്പേസും C ടൈപ്പിന്റെ ചാർജിങ്ങിന്റെ സ്ലോട്ടുമാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത്. സ്പീക്കർ മുകളിൽ വരുന്നുണ്ട്, ഇവിടെയും വരുന്നുണ്ട്. ഇവിടെ നമുക്ക് ലൈറ്റ് കൊടുത്തിട്ടുണ്ട്, LED ലൈറ്റാണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ ഇവിടെ ഹാൻഡിൽ കൊടുത്തിട്ടുണ്ട്, നല്ല സ്ട്രോങ് ആയിട്ടുള്ള ഹാൻഡിൽ 4 ഡോറിന്റെ സൈഡിലും കൊടുത്തിട്ടുണ്ട്. ഈ 4 ഡോറിന്റെ സൈഡിലും കൊടുത്തിട്ടുണ്ട്, ഈ മുകളിലായിട്ടും കൊടുത്തിട്ടുണ്ട്. ഓക്കെ. പിന്നെ അതുപോലെ ഈ ഒരു ഡോറ് കണ്ടോ, ഈ ഡോറ് വന്നിട്ട് നമുക്ക് 90 ഡിഗ്രി വരെ തുറക്കാൻ പറ്റുന്നതാണ്. കണ്ടോ, 90 ഡിഗ്രി വരെ നമുക്ക് ഇങ്ങനെ തുറന്നിടാം. അപ്പോൾ നല്ല തടിയുള്ള ആൾക്കും സുഖമായിട്ട് കയറി ഇറങ്ങാൻ പറ്റുന്ന രീതിയിലാണ് താർ റോക്സിൽ നമ്മൾ ഡോറ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. റിയർ ഡോർ ഓപ്പൺ ചെയ്യുന്ന സമയത്ത് നമ്മൾ ഫസ്റ്റ് ഡോർ ഇതാണ് തുറക്കേണ്ടത്, അതിന് ശേഷമാണ് ഈ ഒരു ഗ്ലാസിൻ്റെ ഇത് മുകളിലേക്ക് ആക്കേണ്ടത്. ഓക്കെ. നമുക്ക് ഇത്രയും വലിയൊരു ബൂട്ട് സ്പേസ് ആണ് ഈ വാഹനത്തിൽ കൊടുത്തിരിക്കുന്നത്. നമുക്ക് എന്താ ഒരു 600 ലിറ്ററിൻ്റെ അടുത്ത് വരെ നമുക്ക് ബൂട്ട് സ്പേസ് ഈ വാഹനത്തിൽ കിട്ടുന്നുണ്ട്. ഇവിടെ നമുക്ക് ചാർജിങ്ങിൻ്റെ ഒരു പോയിന്റ് 12 വോൾട്ടിൻ്റെ ഓൾഡ് ഷേപ്പിലുള്ള അത് കൊടുത്തിട്ടുണ്ട്. ഇവിടെ നമുക്ക് മൊബൈൽ വെക്കാവുന്നതാണ്. ഇത് നമ്മുടെ ജാക്കി ലിവർ വീൽ സ്പാനറാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഈ കാണുന്നത് ജാക്കി വരുന്നത് ഇതിനകത്താണ് ജാക്കി വരുന്നത്. ഈ ക്ലിപ്പ് ഓപ്പൺ ചെയ്തതിന് ശേഷം ഇത് ഓപ്പൺ ചെയ്യുക. എന്നിട്ട് ഈ ഒരു കാണുന്ന 2 സ്ക്രൂ, ഈ ഒരു സ്ക്രൂവും അതേപോലെ ഇവിടെയുള്ളൊരു സ്ക്രൂ അഴിച്ചു കഴിഞ്ഞാൽ അതിനകത്താണ് ജാക്കി സേഫായിട്ട് വെച്ചിരിക്കുന്നത്. അതുകൊണ്ട് നമുക്ക് സൗണ്ട് കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല, വണ്ടി പോകുന്ന സമയത്ത് ടൂളിൻ്റെ സൗണ്ട് കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. പിന്നെ നമ്മൾ അതുപോലെ തന്നെ റിയർ ഡോർ ക്ലോസ് ചെയ്യുന്ന സമയത്ത് ആദ്യം ഈ ഒരു ഗ്ലാസ് ഇതാണ് നമ്മൾ താഴോട്ടാക്കേണ്ടത്. അതിന് ശേഷമാണ് നമ്മൾ ഈ ഡോറിൻ്റെ ഇത് ലോക്ക് ചെയ്യേണ്ടത്. ഓക്കെ, ഇതൊന്ന് മനസ്സിലാക്കി വെക്കുക. ഈ മഹീന്ദ്ര താർ റോക്സ് AX5 ലക്ഷറി വേരിയൻറ്റിൽ വരുന്ന ഫീച്ചേഴ്സുകൾ ഞാനൊന്ന് ഓടിച്ച് പറഞ്ഞു തരാം. ഇപ്പോൾ നമുക്ക് ബേസ് മോഡൽ തൊട്ട് തന്നെ 6 എയർ ബാഗ് നമ്മൾ ഈ വാഹനത്തിൽ കൊടുത്തിട്ടുണ്ട്. അലോയ് വീൽ സ്റ്റാർട്ട് ചെയ്യുന്നത് MX5 വേരിയൻറ്റ് മുതലാണ് നമുക്ക് അലോയ് വീൽ സ്റ്റാർട്ടിങ് ചെയ്യുന്നത്. നമ്മളൊരു വാഹനം AX5 ലക്ഷറി എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഫീച്ചേഴ്സ് വരുന്നത് ലെവൽ 2 ADAS നമ്മൾ ഈ വാഹനത്തിൽ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമുക്ക് ഇലക്ട്രിക് പാർക്ക് ബ്രേക്കാണ് നമ്മൾ ഈ വാഹനത്തിൽ കൊടുത്തിരിക്കുന്നത്. വിത്ത് ഓട്ടോ ഹോൾഡ് ഫീച്ചേഴ്സ് നമ്മൾ ഈ വാഹനത്തിൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് ഫുൾ HD സ്ക്രീനാണ് കൊടുത്തിരിക്കുന്നത്. ഇൻഫോടൈം സിസ്റ്റം ഫുൾ HD ആണ്. ഇൻസ്ട്രുമെന്റ് ക്ലസ്റ്ററും നമുക്ക് HD ആയിട്ടാണ് നമ്മൾ ഈ വാഹനത്തിൽ കൊടുത്തിരിക്കുന്നത്. പിന്നെ അഡ്നോക്സ് കണക്ട് വിത്ത് അലക്സ നമ്മൾ ഈ വാഹനത്തിൽ കൊടുത്തിട്ടുണ്ട്. അത് നമുക്ക് ഡെലിവറി എടുക്കുന്ന സമയത്ത് നമ്മൾ ആക്ടിവേഷൻ ചെയ്തു തരുന്നതാണ്. 1 ഇയർ വരെയാണ് നമ്മൾ ഫ്രീ ആയിട്ട് ഈ വാഹനത്തിൽ അത് കൊടുത്തിരിക്കുന്നത്. നമുക്ക് ഈ ഒരു വാഹനത്തിൽ DTS സൗണ്ട് സിസ്റ്റമാണ് ഈ വാഹനത്തിൽ കൊടുത്തിരിക്കുന്നത്. സറൗണ്ടിങ് ആയിട്ട് നമുക്ക് മ്യൂസിക് എൻജോയ് ചെയ്യാൻ പറ്റുന്നതാണ്. ഈ വാഹനത്തിൻ്റെ ഡീറ്റെയിൽസ് അറിയാനായിട്ട് നമ്മുടെ താഴെ കാണുന്ന കോൺടാക്ട് നമ്പറിൽ ബന്ധപ്പെടുക. ഇതിൽ താർ റോക്സിൽ വരുന്ന കളർ വേരിയൻറ്റ് ഞാൻ പറഞ്ഞു തരാം. നമുക്ക് ഈ ഒരു കാണുന്ന മോഡൽ നമ്മളിപ്പോൾ റിവ്യൂ ചെയ്ത മോഡൽ ടാങ്കോ റെഡ് എന്നുള്ള കളറാണ്. കളേഴ്സ് എന്ന് ഞാനൊന്ന് ഓടിച്ച് പറഞ്ഞു തരാം. നമുക്ക് ഈ ഒരു കാണുന്ന മോഡൽ ടാങ്കോ റെഡാണ് നമ്മുടെ താർ റോക്സിൻ്റെ AX5 ലക്ഷറിയിലുള്ളത്. പിന്നെ നമുക്ക് കളേഴ്സ് വരുന്നത് ബാറ്റിഷിപ്പ് ഗ്രേ, പിന്നെ നെബുല ബ്ലൂ, സ്റ്റെൽത്ത് ബ്ലാക്ക്, ഡി ഫോറസ്റ്റ്, എവറസ്റ്റ് വൈറ്റ്, ബേൺസീന, ഇങ്ങനെയാണ് നമുക്ക് കളേഴ്സ് വരുന്നത് താർ റോക്സിൽ. നമുക്ക് വേരിയൻ്റ് വരുന്നത് MX1, MX3, MX5. അതുപോലെ തന്നെ ഇതൊരു സീരീസ് ആയിട്ടാണ് വരുന്നത് നമുക്ക് താർ റോക്സിൽ. പിന്നെ വരുന്നത് ലക്ഷറി വേരിയൻറ്റുകളാണ്. AX3 ലക്ഷറി, AX5 ലക്ഷറി, AX7 ലക്ഷറി, അങ്ങനെയാണ് നമുക്ക് സീരീസ് ആയിട്ട് വരുന്നത്. ഹായ് ഗൈസ്, അപ്പോൾ നമ്മുടെ വീഡിയോ സ്റ്റോപ്പ് ചെയ്യുകയാണ്. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, മാക്സിമം എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. ഒരു ചെറിയൊരു വീഡിയോ ആണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടാവുമെന്ന് വിചാരിക്കുന്നു. നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിലാണ് നമുക്ക് അടുത്തൊരു വീഡിയോ ചെയ്യാനുള്ളൊരു എന്താ പറയുക ഒരു സന്തോഷം ഉണ്ടാവുകയുള്ളൂ. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.